അടിക്കാൻ ഒരു യോഗ്യതയും ജിൻഡോയ്ക്കില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. മറ്റുള്ള അഭിപ്രായം ജിൻഡോ ഒരു കോപ്പ് വരാതെ ചെയ്തിട്ടില്ല. ഉള്ളത് ഞാൻ പറയും, എന്നെ ഏറി കയറ്റിയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ ഷോ തന്നെ കൊണ്ടുപോയ ആളാണ് ജാസ്മിൻ. 3-ം സ്ഥാനം കൊടുത്ത് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. 6 ടൈറ്റിൽ വിന്നർ അടിക്കാൻ ഒരു യോഗ്യതയും ജിൻഡോയ്ക്കില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. മറ്റുള്ള അഭിപ്രായം എനിക്ക് അറിഞ്ഞുകൂടാ. വേറൊന്നും കൊണ്ടല്ല. അങ്ങേര് ഒരു 60 എനിക്കൊന്നൊരു 60 ദിവസം വരെ ഒരുമാതിരി ആമയെ പോലെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 70 ദിവസം വരെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാഞ്ഞിട്ട് അങ്ങേര് എങ്ങനെ ഇതിനകത്ത് കയറി കപ്പടിച്ചെന്ന് ഇന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ യോഗ്യതകൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് മത്സരാർത്ഥികൾ അതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാസ്മിൻ, ഈ ഷോ തന്നെ കൊണ്ടുപോയ ആളാണ് ജാസ്മിൻ. പിന്നെ ഒരാൾ പറയണത് ജാസ്മിനെ അവഗണിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ്. എന്ത് അവസാന മൊമെന്റിൽ അവരെ ഒരു അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് റണ്ണറപ്പ് ആക്കായിരുന്നു. അതുപോലും ചെയ്യാതെ സെക്കൻഡ് അടിപ്പിച്ചു 3-ം സ്ഥാനം കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് നല്ലത്. അത് പോയിന്റ്. പിന്നെ അതുകൂടാതെ നമ്മുടെ സിജോ തന്നെ. സിജോ നല്ല പിന്നെ ബിഗ് ബോസിന്റെ തന്നെ ഈ നോമിനേഷൻസ് അവരുടെ ഡിസിപ്ലിൻ ഇല്ലായ്മ കൊണ്ട് സംഭവിച്ചാണ് സിജോയ്ക്ക് ഈ ആപത്ത്. മര്യാദയ്ക്ക് അടക്കം ഒതുക്കി നിർത്തി ക്യാൻഡിഡേറ്റ്സ് നിർത്തി ഷോ ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. ഏത് ജിൻഡോ അർജുൻ അതൊന്നും പാളിച്ചൊന്നുമല്ല. ശരിക്കും സിജോയുടെ ആരോഗ്യസ്ഥിതി വഷളായത് കൊണ്ട് മാത്രമാണ് സിജോയ്ക്ക് പവർഫുൾ ആയിട്ട് പാക്ക് ആകുക. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. കാരണം നല്ല ജിൻഡോ ഒരു കോപ്പ് വരാതെ ചെയ്തിട്ടില്ല. ഉള്ളത് ഞാൻ പറയും, എന്നെ ഏറി കയറ്റിയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കേട്ടിക്കോളൂ, എനിക്കൊരു പ്രശ്നമില്ല. ജാസ്മിന് കിട്ടാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ സിജോയ്ക്ക് അങ്ങനെ സംഭവിച്ചതുകൊണ്ടും അവനും ഒരു ഫസ്റ്റ് ടോപ്പ് 5 കൂടാതെ ഒരു ടോപ്പ് 3 സിജോ എത്തുമായിരുന്നു. നല്ല പ്രത്യേകിച്ച് നല്ല ടാലന്റഡ് ആയിട്ടുള്ള, നല്ല കഴിവുള്ള, പ്രതികരണ ശേഷിയുള്ള, നല്ല സംസാര ശേഷിയുള്ള മനുഷ്യൻ. ഈ ജിൻഡോ എന്താണ് അവിടെ സംസാരിച്ചിട്ടുള്ളത്? എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? വാ തുറന്നിട്ടുണ്ടോ ആ മനുഷ്യൻ? അങ്ങനെ ക്രൂക്കടാന്നുള്ളതിന് ഒരു സംശയമില്ല. ഇതിനൊരു പാവത്തിന്റെ ലേബൽ ഒട്ടിച്ചുകൊണ്ട് പാവങ്ങൾക്കുള്ളതല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്. പാവങ്ങൾ എന്നിട്ട് പാവങ്ങൾ ഹ്യൂയുടെ പാവങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇന്നും ഈ നിമിഷം വരെ എനിക്ക് നല്ല നിരാശയുണ്ട്. പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ടെന്നല്ല, യോഗ്യരായ കാൻഡിഡേറ്റ്സിന് കപ്പ് കിട്ടാത്തതിൽ എനിക്ക് നല്ല ഒരു ബിഗ് ബോസ് ഫാൻ എന്ന നിലയിലും ഒരു ബിഗ് ബോസ് കാഴ്ചക്കാരി എന്ന നിലയിലും എനിക്ക് നല്ല പ്രതിഷേധമുണ്ട്. ഒന്നെങ്കിൽ ജാസ്മിൻ, അല്ലെങ്കിൽ സിജോ പിന്നെ പോട്ടെ ആരോഗ്യസ്ഥിതി നമുക്ക് വേറൊരു സ്ഥാനം കൊടുക്കാം. അല്ലെങ്കിൽ എന്താ പറയുക അർജുനും ഇടയ്ക്കൊക്കെ ഫേക്ക് ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ലെവലിൽ കളിച്ചുകൊണ്ട് ഒരു മനുഷ്യനാണ്. അർജുനൊക്കെ താഴോട്ടൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് ക്വാളിറ്റിയുള്ള കഴിവുള്ളവരെ പുറത്താക്കിക്കൊണ്ട് ഇന്നും എനിക്ക് മനസ്സിലാവാത്ത ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതാണ്. എന്തായാലും ഒരു യോഗ്യത ജാസ്മിന് തിരിച്ചടിയത് ഗബ്രി കോമ്പയാണെന്ന് ചോദിച്ചാൽ ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ ഡൗൺ ആകണം. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ആൾക്കാരുടെ കണ്ണിൽ ഓരോ ഗുരുക്കൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു ഷോ ആണ്. ആ കോമ്പയെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവരതിനകത്ത് എന്താ പറയുന്നത് 18+ ഒന്നും കാണിച്ചിട്ടില്ലെന്ന് തന്നെയാണ്. ഇന്നും തിരിച്ചു നോക്കി കഴിഞ്ഞാൽ 18+ ഒന്നും അവരതിനകത്ത് കാണിച്ചിട്ടില്ല. അവർ കയ്യെ പിടിച്ചിരുന്ന ഒരു ഉമ്മ കൊടുത്തു. അതിനിപ്പം ഞാൻ നിങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ നിങ്ങളുടെ പ്രേമമാണോ? അതൊന്നും അല്ല. അതൊക്കെ ചുമ്മാ വെറുതെ അവർ പറയുന്നുണ്ട് കംഫർട്ട് സോൺ. പിഴിഞ്ഞ് കാശുണ്ടാക്കി നല്ല രീതിക്ക് ജാസ്മിനെ തൂക്കി തന്നെയാണ് ഇപ്രാവശ്യത്തെ സീസൺ 6 കാശുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങേര് തന്നെ വന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ മറ്റേ മുകളിലിരിക്കുന്ന മേലാളം തന്നെ വന്ന് ഫൈനലിസ്റ്റിൽ പറയുന്നുണ്ട്. പേരെനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ ഷോയാണ് TRP റേറ്റിൽ ചരിത്ര വിജയം നേടിയിരിക്കുന്നത്. TRP റേറ്റിലും അതുപോലെ എല്ലാ കാര്യത്തിലും ഏറ്റവും മിസ്റ്റർ കിഷൻ, ലാലേട്ടനല്ല, മിസ്റ്റർ കിഷനാണ് പറഞ്ഞത്. ഏഷ്യാനെറ്റിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം തന്നെ ഡയറക്ടർ. അദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും TRP റേറ്റ് ഏറ്റവും കൂടിയ പിന്നെ ഷോയാണ് ഇത്. എങ്ങനെ TRP റേറ്റ് കൂടി? ജാസ്മിൻ അതൊരൊറ്റ പേര്, ഗബ്രി, ജാസ്മിൻ, അതുപോലെ സിജോ വിഷയങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് TRP റേറ്റ് കൂടുതൽ. ജാസ്മിന് ഏറ്റവും ടോപ്പിൽ തന്നെ നിൽക്കാൻ. അപ്പോൾ ആ കുട്ടിക്കൊരു അറ്റ്ലീസ്റ്റ് സ്ക്രിപ്റ്റ് എല്ലാവരും പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻറ്റും അതുപോലെ നേരത്തെ മത്സരിച്ച കണ്ടസ്റ്റൻസും എല്ലാവരും പറയുന്നത് ഇത് വരയ്ക്കുന്നത് നമ്മളിപ്പോൾ വരെ കൂടെ നടന്നാൽ അത് എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്, എവിടെ നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ്. ജാസ്മിൻ അവിടെ വെറുതെ ഇരുന്ന് ഏതെങ്കിലും മൊമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പിള്ളേരെ? ജാസ്മിന്റെ വാപ്പയ്ക്ക് ബ്ലോക്ക് വന്ന് വജുമ്മ വേറെ പണിയില്ല. അങ്ങനെ പലതും അവർ പറയും. അവർ കാണിക്കേണ്ടതൊന്നും കാണിക്കാറില്ല. കാണിക്കേണ്ടാത്ത വിളിച്ച് കാണിക്കുകയും ചെയ്യും. ഇത് ലൈവ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞൊക്കെ സമ്മതിച്ചേനെ. ഇപ്പൊ ലൈവ് റെക്കോർഡഡ് അല്ലത്. അതുകൊണ്ട് ബിഗ് ബോസിലിരിക്കുന്ന അണ്ണന്മാർക്ക് എന്തും ചെയ്യാം. അതുകൊണ്ട് അതൊക്കെ വിട്, അതൊന്നുമല്ല. പക്ഷേ ജാസ്മിൻ കയറി അന്ന് തൊട്ട്, അതായത് 100ാമത്തെ ദിവസം വരെയും ഒരു നിമിഷം അടങ്ങിയിരിക്കാതെ ഒപ്പത്തിനൊപ്പം അടിക്കടി തെറിക്ക് തെറി പിന്നെ ഇടിക്ക് മത്സരിച്ചൊരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ. അവർക്ക് ഇതിലും കൂടുതൽ അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ പിന്നെ ജയ് ജാസ്മിൻ. അത്രേ ഉള്ളൂ.